സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഈ സൈസ് പരിപാടിയായിട്ട് നടക്കുന്ന സമയത്ത് ഒരിക്കൽ പത്രത്തിലൊരു പരസ്യം കണ്ടു. പുതുമുഖങ്ങളെ തേടുന്നു, വൈക്കത്ത് ഇന്ന ഹോട്ടലിൽ 10 മണിക്ക് നേരിട്ടെത്തുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി 10 എന്നുള്ളത് 10:01 ആയതിൻ്റെ പേര് ചാൻസ് പോകണ്ടെന്ന് ഓർത്ത് 9:30 ഞാൻ വൈക്കത്തെത്തി. കാത്തു നിന്നു. 10 മണിയായപ്പം ഈ ലോകത്ത് സിനിമാക്കാരൻ ഒരിക്കലും താമസിക്കാത്തൊരു ഹോട്ടലിലാണ് ഈ താമസിക്കുന്നത്. മാത്രമല്ല മറുപടി കവർ സഹിതം അപേക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. നമ്മുടെ മറുപടി കവറും കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. അതായത് 2 രൂപയ്ക്ക് നമുക്ക് മറുപടി അയക്കാൻ കഴിവില്ലാത്തവനാട്ടോ സിനിമ പിടിക്കാൻ പോകുന്നത്. അത് പോട്ട്, എനിക്കന്ന് അത്രയ്ക്കുള്ള ബുദ്ധിയില്ലല്ലോ. ഇപ്പം ഒന്ന് ചോദിക്കരുത്, അന്ന് ബുദ്ധിയില്ല. പിന്നെ ഞാൻ ചെന്ന് 10 മണിക്ക് ഞാൻ ഡോറ് തട്ടി. അപ്പം മുണ്ടെടുത്ത് നെഞ്ചത്തെടുത്തിട്ട് ഒരാൾ തുറന്നു. ചോദിച്ചു, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ. വാ എന്ന് പറഞ്ഞ അകത്തേക്ക് ചെന്നപ്പോൾ ആ മുറിയിലെ കട്ടിലിൽ മറ്റൊരാൾ കമന്ന് കിടന്നുറങ്ങുന്നുണ്ട്. മേശപ്പുറത്ത് ഇന്നലെ രാത്രി കഴിച്ച പൊറോട്ടയും അതിൻ്റെ കുറച്ച് ബാക്കി അടിച്ച ഒരു പൈൻറ്റും അതും ഇതൊക്കെ ഇട്ട് കുറച്ച് മേശയും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. ഞാൻ അതൊക്കെ നോക്കി. ഇയാൾ വന്ന് കട്ടിലിരുന്നിട്ട് ഈ കമന്ന് കിടക്കുന്ന ആളോട് അതെ സിനിമയിൽ അഭിനയിക്കാൻ ഇത് വന്ന് മറ്റേ ആൾ വന്നേക്കുന്നത് എണീക്ക് കഴിഞ്ഞപ്പോൾ അയാൾ എണീറ്റ് കണ്ണൊക്കെ തിരുമിയിട്ട് എവിടെയായിരുന്ന? ഞാൻ പറഞ്ഞു വെള്ളൂർ. അപ്പോൾ പുള്ളി കട്ടിലിനടിയിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് എന്തോ ഞാൻ നിന്നെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് കണ്ടാലറിയാം വെറുതെ എന്തോ എഴുതി ഉണ്ടാക്കിയേക്കണം. ആരും സിനിമയിൽ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത ഡയലോഗ് തന്നിട്ട് ഒന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ ഇവർ ഉറക്കെ എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്നെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പുള്ളി വേറെ എന്തൊക്കെ ചെയ്യും? ഞാൻ പറഞ്ഞു മിമിക്രി കാണിക്കും. എന്തായാലും 2 ശബ്ദം പറഞ്ഞേ. ഞാൻ എടാ ഹെൽത്തോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. 100 രൂപ രജിസ്ട്രേഷൻ ഫീസുണ്ട്. അപ്പം തന്നെ പേഴ്സിനിടയിൽ സൂക്ഷിച്ചു വെച്ച് തിരികെ വെച്ചിരുന്ന 100 രൂപ എടുത്തതിന് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് സിനിമ വിളിക്കുന്നത് ഞാൻ 100 രൂപ കൊടുത്തു. പിന്നെ പുള്ളി പറഞ്ഞു അപ്പോൾ എന്തായാലും ഉണ്ടോ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ശരി സാർ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പം ബാക്കിൽ അവർ തമ്മിൽ മിണ്ടി ഒരു വോയിസ് ഓവർ കേട്ടോ. നീ പോയി ഒരു പേസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ രാവിലെ ചെന്നില്ലെങ്കിൽ അന്ന് പല്ല് തേക്കാൻ പേസ്റ്റ് ഇല്ലാത്തവന് കൊണ്ട് 100 രൂപ കൊടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോയവനായിട്ടോ ഞാൻ